ഹായ്, ഫുള്ളി ഫർണിഷ് ചെയ്ത ഒരു അടിപൊളി വീടിൻ്റെ വിശേഷമായിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഇത് ഈ ബാക്കി കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. 5.5 സെൻറ്റിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ് ഈ വീട് വരുന്നത്. തേവയ്ക്കലിൽ നിന്ന് നമ്മുടെ കാക്കനാട് പോണ വികാസവാണി റോഡിൻ്റെ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. അതിന് മുമ്പായിട്ട് വീട് നിൽക്കുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ്. നമുക്ക് നേരെ വീടിന് വിശേഷങ്ങൾ കാണാം. ആദ്യം നമുക്കത് മതിലും അതുപോലെ തന്നെ ഗേറ്റും കാണാം. മതിൽ ഇതുപോലെ ഒരു 3-4-5 പില്ലറിലും അതുപോലെ ചെറിയൊരു ഡിസൈനിലും മാത്രമായിട്ടാണ് മതിൽ ഒരു കൊടുത്തേക്കുന്നത്. അതിൻ്റെ മേളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ക്വയറിൽ ഡിസൈനിലായിട്ട് ചെറിയൊരു നമ്മുടെ ഇഷ്ടികയുടെ ഡിസൈനിലൊക്കെയാണ് ആ ഒരു സൈഡായിട്ട് മതിൽ കൊടുത്തേക്കുന്നത്. ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ GIയുടെ പൈപ്പും അതുപോലെ വുഡിൻ്റെ ഒരു ടെക്സ്ചർ ഡിസൈനിൽ APC ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു ഗേറ്റും അതുപോലെ സ്ലൈഡ് ചെയ്യണ ഒരു ഗേറ്റും അതുപോലെ ചെറിയൊരു എൻട്രിക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു സിംഗിൾ ഗേറ്റും ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഗേറ്റുകൾ കൂടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. നമ്മൾ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ലൈം സ്റ്റോണൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയേക്കണം നല്ല വലിയൊരു മുറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു മുറ്റം. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു 2 ഇതുള്ള ഓപ്പണിംഗ് ഉള്ള ആ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാച്ച് ബാക്ക് വണ്ടി ഈസി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വിശാലമായിട്ട് ഒരു വലിയ വണ്ടി കൂടിയും പാർക്ക് ചെയ്യാവുന്നൊരു കാർ പോർച്ച് ഇവിടെയുണ്ട്. ഇനി നിങ്ങൾക്ക് മൂന്നാമതൊരു വണ്ടി കൂടി ഉണ്ടെങ്കിൽ അതും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇത്രയും 3 കാർ പാർക്കിംഗ് കിട്ടുന്ന രീതിയിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ അത്യാവശ്യം നല്ല സ്പേസ് വീടിൻ്റെ സൈഡുകൾ ഇവരിട്ടേക്കുന്നത്. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു സ്പേസ് ഒരു യൂസ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റും ഇതേ സെയിം തന്നെ നിങ്ങൾക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടും ആ ഗാർഡൻ ഏരിയ നമുക്ക് കാണാം. ഈ ഒരു റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടും നമുക്ക് ഗാർഡൻ ഏരിയ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഇതിനകത്തും എന്തെങ്കിലും ചെടിയോ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും സിറ്റ് ഔട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല. അത്യാവശ്യം ഒരു L ഷേപ്പിൽ നല്ലൊരു വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലേക്കുമായിട്ട് നമുക്ക് ചെയറിട്ടിരിക്കാൻ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് ഇഷ്ടികയുടെ ഡിസൈനിൽ ഒരു സ്ക്വയർ നീട്ടത്തിൽ ഒരു ഏരിയ നമുക്ക് ഇവിടെ ആയിട്ട് 2 ജനലിൻ്റെ നടുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഈ സിറ്റ് ഔട്ടിനായിട്ട് കൊടുക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിന് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഗ്രാനൈറ്റാണ്. ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ടെക്സ്ചർ വന്ന രീതിയിൽ. ഇനി നമുക്ക് നേരെ ഡോറിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടെ വുഡായിട്ട് ചെയ്തേക്കുന്നത് ആഞ്ഞിലയും മഹാഗണിയാണ് ജനലും വാതിലൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വാതിലിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ 2 പാളിയുടെ വാതിലാണ് കൊടുത്തേക്കുന്നത്. അതിൽ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ 2 ഇതിനും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വെട്ടമൊക്കെ അകത്തേക്ക് കയറാൻ പാകത്തിന് ആ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടൊരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ഹോമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ വലിയൊരു സെറ്റ് തന്നെ കാണാൻ പറ്റും. 2, 4, 6 ഒരു 6-7 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലൊരു വലിയ L ഷേപ്പ് സെറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ TV യൂണിറ്റ് ഉണ്ട്. TV യൂണിറ്റിൽ TV ഓൾറെഡി ഇവിടെ ഉണ്ട്. TV കൊടുത്തേക്കുന്നതാണെങ്കിൽ നമുക്കിതുപോലെ 2 സ്ഥലത്തേക്കും ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും തിരിക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു പാർട്ടീഷൻ ഏരിയ അതിനെ കാണാം. അതിനകത്ത് മേളിൽ ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ താഴെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഷോക്കേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അതിലിത് നല്ല ഗ്രാസൊക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കളറിൽ സ്ക്വയറായിട്ട് ഈ ഒരു ഭംഗിയായിട്ട് ഈ സാധനമൊക്കെ കൊടുത്ത് അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ആ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മതിലിന് ഒരു സൈഡായിട്ട് വാൾപേപ്പറാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 1, 2, 3 സിംഗിൾ പാളിയുടെ 3 ചെറിയ ജനലുകളായിട്ടാണ് ഇവിടെ നമുക്ക് ലിവിങ്ങിലേക്ക് ജനലുകൾ കൊടുത്തേക്കുന്നത്. സീലിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പ്രൊഫൈലായിട്ട് ഓടുന്ന രീതിയിൽ സെൻറ്റർ ഒരു സ്ക്വയർ ഡിസൈനിലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചേക്കുന്ന ഒരു ജിപ്സമിൻ്റെ സീലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ എല്ലായിടത്തും നിങ്ങൾക്ക് JV ലൂക്കറിൻ്റെ BLDC ഫാനുകൾ അത് എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പാർട്ടീഷൻ കടന്ന് നേരെ അകത്തേക്ക് കയറി വരുന്നത് ഇതുപോലെ വിശാലമായിട്ടൊരു ഡൈനിങ് ഏരിയയാണ്. അതിന് ഈ ഒരു സൈഡിലായിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ വാൾപേപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ടി വിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കും ഈ ടി വി തിരിച്ചു വെച്ച് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അത് കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു പർഗോള ഡിസൈനിൽ അതിനകത്ത് നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ആ ഗ്ലാസിൻ്റെ സംഭവം കൊടുത്ത് അതിൽ ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്ത് ആ ഒരു ഭംഗിയാക്കി ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്ക് കാണാൻ പറ്റും. വീടിനകത്ത് തന്നെ സൂപ്പറായിട്ടൊരു വാട്ടർ ഫൗണ്ടൻ. ഇതിൻ്റെ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വെള്ളം ചാടി നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീൽ നമുക്ക് ഈ വീട്ടിൽ ഡൈനിങ് ഏരിയയിൽ കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു ഏരിയ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട്, അതും നല്ല വലിപ്പമുള്ളൊരു ഏരിയ ഇതിനകത്തായിട്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ്ങിൽ നിന്ന് നമുക്കിത് ഇതുപോലെ കിച്ചണിലേക്കുള്ള ഓപ്പൺ കിച്ചണാണ് കൊടുത്തേക്കുന്നത്. ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനൊരു ഷാൻഡലർ ലൈറ്റൊക്കെ തൂക്കി നല്ല ഭംഗിയാക്കി അതും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ തന്നെ നമുക്ക് വാഷ് ബേസിൻ ഒരു ചെറിയൊരു സ്പേസിൽ ഒതുക്കി വാഷ് ബേസിൻ ഏരിയ വെച്ചിട്ടുണ്ട്. അതിനകത്തും നമുക്ക് നേരത്തെ കണ്ട പോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വലിയൊരു മിററുണ്ട്. ആ മിറർ നമുക്ക് ഇതുപോലെ ടച്ച് കൺട്രോളുള്ള മിററാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. സെറയുടെ വാഷ് ബേസിനാണ് ഇവിടെ വച്ചേക്കുന്നത്. അതുപോലെ ചെറിയ നമുക്ക് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സോപ്പ് ഓയിൽ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പാകത്തിന് ടവലിടാനുള്ള സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ താഴത്തായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിന് താഴത്തും നമുക്ക് സ്റ്റോറേജ് ഇവിടെ കാണാൻ പറ്റും. പ്രൊഫൈൽ ഹാൻഡിലാണ് ഈ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു പാർട്ടീഷൻ നമുക്കിവിടെ കാണാം. അതുപോലെ ഫുഡ് സെർവിങ് ഏരിയയുടെ താഴത്തായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്ത് അതിൽ പ്രൊഫൈൽ ഏരിയ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇത് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ സ്ക്വയർ ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ ഉള്ളത്. അതും ഏറ്റവും മോഡേൺ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കിച്ചണാണ്. നമുക്ക് ഈ ഒരു ചിമ്മിണിയൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്യൂർ ഫ്ലെയിമിൻ്റെ ചിമ്മിണിയാണ്. അത് ഹാൻഡ് ഗസ്റ്ററൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചിമ്മിണിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കേട്ടോ, എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹാൻഡ് ഗസ്റ്റർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യും. ഓഫ് ചെയ്യാനായിട്ട് നേരെ ഇങ്ങോട്ട് വേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വേവിൽ തന്നെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് താഴെ ഫിറ്റ് ചെയ്ത് വച്ചേക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കുക്ക് ടോപ്പ് കിടക്കുന്നത്, നമ്മുടെ സ്റ്റൗ കിടക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേളിലായിട്ട് ഫിക്സ് ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വാഷ് ഏരിയയിലേക്ക് വന്നാൽ പോലും ഇവിടെ ഗ്ലാസ് കഴുകാനായിട്ട് ഈ ഒരു സെറ്റപ്പും അതുപോലെ ഫ്രഷ് കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ വരുന്ന രീതിയിൽ ഒരു ഏരിയ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കിത് പാത്രങ്ങൾ ഈ രീതിയിൽ നീക്കി വെച്ച് നമുക്ക് കഴുകാൻ രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അത് രീതിയിൽ 3 രീതിയിൽ നമുക്ക് വെള്ളം എടുക്കുന്ന രീതിയിൽ അത് നമുക്ക് ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ സ്റ്റോറേജ് ഏരിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഫി ബ്രൗൺ കളറും ഒരു വൈറ്റ് ഐവറി കളറായിട്ട് ഫുള്ള് നമുക്കിവിടെ സ്റ്റോറേജ് ഏരിയ കാണാൻ പറ്റും. അതിൽ പ്രൊഫൈൽ ഹാൻഡിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ വൈറ്റ് കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു കളർ തീമിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് കാണാം. അതിൻ്റെ താഴത്തായിട്ടും ഈ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്ത രീതിയിൽ കോഫി ബ്രൗൺ അല്ല, അതിൽ നിന്നൊരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടൊരു കളർ താഴെയായിട്ടും കാണാൻ പറ്റും. അത് ഫുള്ള് സ്റ്റോറേജ് നമുക്കിവിടെ കാണാം. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സീലിംഗ്, സെൻറ്റർ ആ ഒരു സ്ക്വയറിലുള്ള ഡിസൈൻ മാത്രം കൊടുത്ത് ഒരു ഷാൻഡലർ ലൈറ്റ് തൂക്കിയ രീതിയിലാണ് സീലിംഗ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേളിലും നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ജനൽ കൊടുത്തേക്കുന്നത് ചെറിയ 2 പാളിയുടെ ഒരെണ്ണം 3 പാളിയുടെ ഈ സൈഡിലോട്ടാണ് ഇവിടെ ജനൽ കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് നേരെ നമുക്ക് പുറത്തേക്കൊരു ഡോർ ഓപ്പണിംഗ് ഉണ്ട് വർക്ക് ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു വർക്ക് ഏരിയ ആണ്, പക്ഷേ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളും കാണാം. അതിൽ വാഷ് ബേസിൻ സിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആ ഒരു ഏരിയയിലായിട്ട് കാണാം. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഗ്രില്ല് ഓപ്പണിംഗ് ഉണ്ട്. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാം, ഇത് ഫുള്ളി കവേർഡാണ് കേട്ടോ. മേളിൽ ഷീറ്റും സൈഡിൽ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്ത രീതിയിലാണ് ഈ ഔട്ട്ഡോർ നമ്മുടെ പുറത്തെ വർക്ക് ഏരിയ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ കാണാൻ പറ്റും. ഈ വീട്ടിലേക്ക് വാട്ടർ സോഴ്സായിട്ട് നമുക്ക് ഈ കിണറും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഒരു 2 വലിയ ഫിൽട്ടർ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വേറെ വീടുകളിലൊന്നും കാണാത്തൊരു വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്നതാണ്. ഈ കിണറിൽ നിന്ന് തന്നെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് നേരെ മേളിലേക്ക് പോകുന്നത്. അതായത് നമുക്ക് ഡയറക്റ്റ് നേരത്തെ കണ്ട ആ ഒരു സിങ്കിൽ കൊടുത്തേക്കണ വാട്ടർ, നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കണക്ഷൻ ചെയ്ത് നമുക്ക് നേരിട്ട് വെള്ളം കുടിക്കാം. വേറെ ഫിൽറ്റർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പേടിക്കാതെ തന്നെ നമുക്ക് വെള്ളം കുടിക്കാവുന്ന രീതിയിൽ ഒരു ഫിൽറ്റർ അടക്കമാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ് പരിചയപ്പെടാം. നമുക്കിത് ലിവിംഗ് റൂമിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നത്. 15.5 186 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്.
കയറി വരുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ വാൾപേപ്പറിൻ്റെ ഒരു ഡിസൈൻ കാണാം. അതിൽ തന്നെ 2 പാളിയുടെ ഒരു ജനൽ ഇവിടെ, 2 പാളിയുടെ ഒരു ജനൽ അവിടെ, സിംഗിൾ പാളിയുടെ ഓരോ ജനൽ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇത് കട്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു ബെഡ് മാത്രം മേടിച്ച് കിടക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് സ്റ്റോറേജിനുള്ള സ്പേസ് നമുക്ക് ഈ കട്ടിലിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് മൊബൈലോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനും ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ ആർട്ട് വർക്കോ കൊടുക്കാൻ പറ്റിയ രീതിയിലൊരു ഫ്രെയിമിംഗ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇവിടെ നമുക്ക് വലിയൊരു വാർഡ്രോബാണ്. അതിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിനൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിറർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു വാർഡ്രോബ് തന്നെയാണ്. നല്ല രീതിയിൽ സ്പേസ് ഉള്ളൊരു വാർഡ്രോബ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഈ രീതിയിൽ ഫൈബറിൻ്റെ ഡോറാണ്, റെഡിമെയ്ഡ് ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനൊരു ഗ്ലാസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഡോറാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് അകത്തെ എല്ലാം യൂസ് ചെയ്തേക്കുന്നത് സെറയുടെ പ്രോഡക്ട്സ് ആണ്. ഈ ഒരു ഏരിയയിലായിട്ട് മിറർ കാണാം, ചെറിയൊരു വാഷ് ബേസ് കാണാം. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് നമുക്ക് കാണാം. വാൾമോമിന്റെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും അല്ല, അല്ലാതെ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്തേക്കുന്നത്. വാഷ് ഏരിയ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്ററുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ടൈല് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഗ്രിപ്പറി ആയിട്ടുള്ള ഒരു ടൈല്, ഒരുപാട് സ്ലിപ്പ് ആവാത്ത രീതിയിലൊരു ടൈല്. അതുപോലെ തന്നെ സൈഡിലേക്ക് ഈ ഒരു ഡിസൈനിലാണ് ടൈല് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഐവറി കളറിൽ അതിന് ബ്ലാക്ക് ഒരു ബോർഡർ വരുന്ന രീതിയിലാണ് ടൈല് ചെയ്തേക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ അത് നമുക്ക് കാണാനും പറ്റും. ഇനി നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ജനലിന്റെ കാര്യം പറയാൻ നേരത്തെ ഈ വീട്ടിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എല്ലാ ജനലിലും ഇതുപോലെ ലൈൻ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിനു വേണ്ടി നമ്മളൊരു എക്സ്പെൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ ജനലുകൾക്കും തന്നെ ഈ ഒരു ബ്ലൈൻഡ് കർട്ടൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് കിച്ചണിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 13x10 സൈസിൽ 130 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഇവിടെയും അടിപൊളിയായിട്ട് ഇതേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നല്ലൊരു വാൾപേപ്പറിന്റെ വർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ ബ്ലൈൻഡ് കർട്ടൻസും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. 3 പാളിയുടെ ഒരു ജനലും 2 പാളിയുടെ 2 ജനലും ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ബെഡ് ഇടാനുള്ള കട്ടില് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് ഇവിടെ. അതിന് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനും സ്റ്റോറേജിനായിട്ടുള്ള ഒരു സ്പേസ് കട്ടിലിന്റെ 2 സൈഡിലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ്, നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് സ്ലൈഡിംഗ് ഡോർ ഒക്കെ കൊടുത്തിട്ടാണ് ഈ വാർഡ്രോബ് കൂടി ചെയ്തേക്കുന്നത്. അതും ഒതുക്കി ഒരു സൈഡിലായിട്ട് ആ വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിന്റെ ബാത്റൂം കാണാം. നേരത്തെ കണ്ട പോലെ തന്നെ റെഡിമെയ്ഡ് ഫൈബർ ഡോറാണ് ഇതിനും യൂസ് ചെയ്തേക്കുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറയുടെ പ്രോഡക്ട്സ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. വാഷ് ബേസിൻ ഗ്ലാസ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇവിടെ കാണാം, വാഷ് ഏരിയ കാണാം, ഷവർ ഏരിയ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററിന്റെ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പാർട്ട് ജനൽ പുറത്തേക്ക് കാണാം. ഫ്ലോറിംഗ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ടൈലാണ് താഴെ യൂസ് ചെയ്തേക്കുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ സ്ലിപ്പറി അല്ലാത്ത ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. മേളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഡിസൈനിൽ സിംഗിൾ ആയിട്ട് ടൈല് ഈ സൈഡിൽ ചെയ്തേക്കുന്നത്. ഇവിടെ ടോയ്ലറ്റിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടെക്സ്ചറോട് കൂടിയിട്ട് ടൈൽ അത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വേറൊരു ഡിസൈനിലുള്ള ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലേക്കാണ് ടൈലുകൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. അപ്പൊ ഇനി നമുക്ക് നേരെ മേളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസ് നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലുള്ള സ്പേസ് ഒട്ടും കളയാത്ത രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ കാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിയുടെ ട്യൂബാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ചെറിയ വുഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്റ്റെയറിന്റെ ഹാൻഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം, സ്റ്റെയറിന് ഫ്ലോറിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയ ചിപ്പ് ചെയ്ത ഒരു ഡിസൈനുള്ള രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ മിക്ക വീടുകൾക്കും സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തെന്നി വീഴുക, എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തെന്നി വീഴുക എന്നുള്ള പ്രശ്നം ഉണ്ടാവും. നമുക്ക് അതില്ലാത്ത രീതിയിൽ നല്ല ഗ്രിപ്പുള്ള രീതിയിലാണ് ആ ഗ്രാനൈറ്റ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. നമുക്ക് കയറി വന്ന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയ വാൾ ഇവിടെ കാണാൻ പറ്റും. അത് ഒരു ചെറിയ ടെക്സ്ചർ വർക്കും ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പാളിയുടെ നല്ല രീതിയിൽ ലേറ്റസ്റ്റ് ചോയ്സ് അകത്തേക്ക് കയറാൻ പാകത്തിന് ഒരു ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. മേളിലായിട്ടൊരു ഷാൻലിയർ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ അതിന് വിശേഷം നമുക്ക് മേളിലേക്ക് കയറിയിട്ട് പറയാം. നമ്മൾ സാധാരണ സ്റ്റെയറിന് ഹൈവാളൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ കടയുന്നത് പർഗോള ഡിസൈനൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനലാണ് ആ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ചെറിയ ഷാൻലിയർ നമുക്ക് തൂങ്ങി കിടക്കുന്നത് കാണാം. അതിന്റെ മേളിലും ജിപ്സത്തിന്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
പ്രൊഫൈൽ ലൈറ്റും ചുറ്റും കാണാനായിട്ട് പറ്റും. സ്റ്റെയർ കയറി നമ്മൾ മേളിലേക്ക് വരുമ്പോൾ ഇതുപോലെ വിശാലമായിട്ടൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാം. നല്ല നീളത്തിലൊരു ലിവിങ് ഏരിയ. അതിനകത്ത് തന്നെ ഒരു വാള് ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാൾപേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അത് ആ ഒരു മതിലിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഏരിയ നമുക്ക് 2 പാർട്ടീഷനായിട്ട് വേണമെങ്കിൽ തിരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഏരിയയും അതുപോലെ TV യൂണിറ്റിന്റെ ഈ ഒരു ഏരിയയും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു പലിശ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഇത് യൂസ് ചെയ്യാം. ഇവിടെ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് TV കാണുന്ന ആ ഒരു ഏരിയ മിസ്സാക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഒതുക്കി വയ്ക്കാവുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാം. TV യൂണിറ്റിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ, നമുക്ക് സ്റ്റോറേജിനായിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ നമുക്ക് കാണാം. താഴെയും അതുപോലെ തന്നെ കാണാം. ഒരു വലിയ TV ഇരിക്കുന്ന രീതി തന്നെയാണ് സ്റ്റോറേജ് TV യൂണിറ്റ് കൊടുത്തേക്കുന്നത്. TV ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടില്ല, ഒരു TV നമുക്ക് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുള്ളൂ. ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഇത് തുറന്ന് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഈവനിങ് ഒക്കെ വന്നിരിക്കാവുന്ന ഒരു സ്പേസ് ആക്കി മാറ്റുകയും ചെയ്യാം. അതിലിവിടെ ഒരു ഗ്ലാസ് ഒരു മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു ടഫൻ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഭംഗിയായേനെ. നമുക്ക് ഈവനിങ് മഴയുള്ള ടൈമിൽ പോലും സുഖമായിട്ടിരിക്കാറുള്ളൂ. ഈ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഊഞ്ഞാലയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആക്കി ഇത് മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഗാർഡൻ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ലിവിങ്ങിൽ തന്നെ നമുക്ക് ഈ ബാൽക്കണിയിലേക്കുള്ള ഡോറിന്റെ ഒപ്പം ഒരു സിംഗിൾ പാളിയുടെ ജനൽ ഇവിടെയും കാണാം. അതുപോലെ തന്നെ ഒരു സിംഗിൾ പാളിയുടെ ജനൽ ഈ ഒരു സൈഡിലായിട്ടും കാണാം. ഇനി ഈ ലിവിങ്ങിൽ ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളോ ഒക്കെ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന യൂട്ടിലിറ്റി ഏരിയ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടേബിൾ ആയിട്ടോ സ്റ്റഡി ടേബിൾ ആയിട്ടോ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതിന് മേളിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 3 പടിയുടെ ഒരു ജനലും ഈ ലിവിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിന് ശേഷം പോകാം. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നമ്മൾ സ്റ്റെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നേരെ കയറി വരുമ്പോൾ തന്നെയാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണുന്നത്. 17-12 204 സ്ക്വയർ ഫീറ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അത്യാവശ്യം വലിയ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് നേരത്തെ കണ്ട വാൾപേപ്പർ ഡിസൈൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ 3 പാളിയുടെ ഒരു ജെല്ല് ഇവിടെ കാണാം. 2 പാളിയുടെ ഒരു ജെല്ലും 2 പാളിയുടെ ഒരു ജെല്ല് ആ ഒരു ഭാഗത്തായിട്ടും കാണാനായിട്ട് പറ്റും. അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ ബെഡിനുള്ള ഏരിയ ഉണ്ട്. അതിൽ സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും എന്തെങ്കിലും വയ്ക്കാനും സ്റ്റോറേജും ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ വലിയ വിശാലമായിട്ട് ഒരു വാർഡ്രോബ് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ അതിനുണ്ട്. താഴെ കണ്ടതിനേക്കാളും കുറച്ച് വലിയ മിറർ നമുക്കിവിടെ കാണാം. അതിനുള്ള സ്റ്റോറേജ് കാര്യങ്ങൾ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അതിന് എല്ലാം സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. ഫൈബർ ഡോറാണ് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ മിറർ കാണാം. അതുപോലെ സെറയുടെ എല്ലാ പ്രൊഡക്ട്സും സെറയുടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വാഷ് ബേസിൻ നമുക്ക് കാണാം, ടോയ്ലറ്റ് കാണാം, ഷവർ ഏരിയ കാണാം, ഹീറ്ററിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയൊരു ജനല് പുറത്തേക്ക്, സിംഗിൾ പാളിന്റെ ചെറിയൊരു ജനല് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണാം. 12-11 132 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ബെഡിന്റെ ഏരിയ നമുക്ക് കാണാം. അതിൽ സ്റ്റോറേജ് കാര്യങ്ങളുണ്ട്. 2 സൈഡിലായിട്ട് സ്റ്റോറേജ് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനല്, ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനലും ഇതൊരു ബാൽക്കണി ഓപ്പണിംഗ് ഡോറും കൂടിയാണ്. അത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ സിംഗിൾ പാളിയുടെ ജനല് കൂടി ഈ റൂമിനോട് കാണാം. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാർഡ്രോബാണ്. അതിൽ തന്നെ ഒരു മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം കൂടി കണ്ടിട്ട് ബാൽക്കണിയിലേക്ക് പോകാം. ബാത്റൂമിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഫൈബർ ഡോർ ആണ്, റെഡിമെയ്ഡ് ഫൈബർ ഡോർ ആണ് കൊടുത്തേക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മിറർ, അതുപോലെ സെറയുടെ തന്നെ വാഷ് ബേസിൻ കാണാം. ബാക്കി സെറയുടെ പ്രൊഡക്ട്സ് തന്നെ എല്ലാം കൂടെ കാണാനായിട്ട് പറ്റും. ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ ഷവർ ഏരിയ ഉണ്ട്, ഹീറ്ററിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പാളിന്റെ ജനലും ഇവിടെ കാണാം. ഈ വീടിന്റെ 2ാമത്തെ ബാൽക്കണി വരുന്നത് ഈ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്നാണ്. അത് നേരെ നമുക്ക് ഈ ഡോർ കടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസിൽ തന്നെ നമുക്ക് ഈ ബാൽക്കണി ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലും ടഫൻ ഗ്ലാസും ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി പുറത്തേക്കുള്ള എല്ലാ വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് റൂമിന്റെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു റൂം കൂടി പരിചയപ്പെടുത്താനുണ്ട്. ഇവിടെ ആയിട്ടൊരു യൂട്ടിലിറ്റി റൂം ഈ ഫസ്റ്റ് ഫ്ലോറിലായിട്ടുണ്ട്. യൂട്ടിലിറ്റി റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ 2 പാളിയുടെ ജനലും 3 പാളിയുടെ ഒരു ചെറിയ ജനലും ഈ ഒരു സൈഡിലായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറണ്ട് എടുക്കാനുള്ളതും വാട്ടർ എടുക്കാനുള്ളതും വാട്ടർ പോകാനുള്ളതൊക്കെ ആയിട്ടുള്ള സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ഗ്രില്ല് പുറത്തേക്കുള്ള ഓപ്പണിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുവഴിയാണ് നമ്മൾ
നേരെ മേളിലേക്കുള്ള സ്റ്റെയറിന്റെ ഏരിയ വരുന്നത്. അവിടെ ചെറിയൊരു ബാൽക്കണി കിട്ടുന്ന രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ വീട് നിൽക്കുന്ന ഏരിയ, അതായത് ഫുൾ ഇന്റർലോക്ക് ചെയ്ത ഒരു റോഡും അതിനോട് ചേർന്ന് ഒരുപാട് വലിയ വീടുകൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. വില്ല പ്രൊജക്ട് അല്ലെങ്കിൽ പോലും വില്ല പ്രൊജക്ട് പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് അയൽവാസികളെ കിട്ടാവുന്ന ഒരു കിടിലൻ ഏരിയ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പൊ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലെ പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരു വീടൊക്കെ പരിചയപ്പെടുത്താനുണ്ട്, നിങ്ങളൊരു ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.